ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അബിയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തനി നാടൻ റെസിപ്പിയാണ്, ചട്ടിച്ചോറാണ്. അതങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ തലേന്ന് കറി വെച്ചിട്ടുള്ള ഒരു മീൻകറിയാണിത്. ഇത് മുളക് കറിയാണ്. ഈ മീനിലെല്ലാം നല്ലതുപോലെ ഉപ്പും മുളകും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. പഴയ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തലേന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള കറി ഉപയോഗിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിൽ തന്നെയാണ് ഞാനിവിടെ ചോറൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇത് നല്ല തൈര് കറിയാണ്. ഇതും ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. തലേന്ന് ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് ഇരുന്ന തൈര് കറിയാണ്. ഈ രണ്ട് ചട്ടികളിലായിട്ടാണ് ഞാനിവിടെ ചോറ് സെർവ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് മത്തിയും നെത്തോലിയും പൊരിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനായിട്ട് വളരെ കുറച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മീൻ പൊരിച്ചതാണ് ഇവിടെ ചെയ്യുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ മത്തിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നെത്തോലിക്ക് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒരു 1/4 മണിക്കൂറോളം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് പണ്ടൊക്കെ എൻ്റെ ഉമ്മച്ച എപ്പോഴും നമുക്ക് നമ്മുടെ ചോറ് പാത്രത്തിലൊക്കെ വെച്ച് തന്നിട്ടിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. വളരെ പെട്ടെന്നാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇതിന് നമ്മൾ ആവശ്യമായിട്ടുള്ളത്, ഞാനിപ്പോൾ കുറച്ച് കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് അത് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു മെഴുക്ക് പുരട്ടിയാണിത്. മീൻ നമ്മൾ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടൊരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീൻ പൊരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനാണെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ കുറച്ച് വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ മീനൊന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ മുളകെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാൻ മീനെല്ലാം ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ചട്ടിച്ചോറൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ കറികളൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, മാറ്റിയിട്ട് ആ സെയിം ചട്ടി തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യമായി ഞാനാണെങ്കിൽ നല്ല ചൂടുള്ള ചോറാണ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ചട്ടിച്ചോറിൻ്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പണ്ട് ഉമ്മച്ചയൊക്കെ ചമ്മന്തി അരച്ചിട്ട് ആ അമ്മിക്കല്ലിൽ തന്നെ കുറച്ച് നല്ല ചൂട് ചോറൊക്കെ കൊണ്ടുവന്ന് പെട്ടെന്ന് ഇട്ടിട്ട് ഞങ്ങൾക്കൊക്കെ ഓരോ പിടിയൊക്കെ വാരി തരുമായിരുന്നു. അതിന് നല്ലൊരു ടേസ്റ്റാണ്. അതിപ്പോൾ നമ്മൾ കഴിക്കുന്ന ബർഗറിനും പിzzയ്ക്കും ഒന്നും കിട്ടില്ല ആ ഒരു ടേസ്റ്റ്. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ല പൊരിച്ച മീനാണ്. മത്തി, നല്ല ചാള, നെയ്ച്ചാളയാണ് ഇത്. അത് നല്ല പൊരിച്ച അതുണ്ട്. പിന്നെ വെച്ച് കൊടുക്കുന്നത് കുറച്ച് നത്തോലിയുണ്ട്. നത്തോലിയൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഓരോ വറ്റൽമുളക് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് അറിയാമല്ലോ, നല്ല ഉപ്പൊക്കെ ഉണ്ട് ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഈ ചൂട് ചോറിൻ്റെ കൂടെ നല്ല എരിവും ഉപ്പും കൂടി നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇത് വെക്കുന്നത് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. ഇനി നല്ല എരിവുള്ള മുളക് കറിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. തലേന്ന് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക്, ഈ മീനിലേക്ക് നല്ലതുപോലെ എരിവും പുളിയും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മുളക് കറിക്ക്. തലേന്ന് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മുളക് കറിക്ക് ഇപ്പോഴും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെയ്ത് കഴിക്കുന്ന മുളക് കറിയെക്കാട്ടിയും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്.
അടുത്തതായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തൈര് കറിയാണ്. ഈ മുളക് കറിയും തൈര് കറിയും കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചോറുമായിട്ട് കഴിക്കാൻ. ഇനി നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങിൻ്റെ മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കാം. എൻ്റെ ചോറ് പാത്രത്തിലെ സ്ഥിരം കറികളായിരുന്നു ഈ മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും. ചിലപ്പോൾ ഈ മീൻ പൊരിച്ചത് കാണും, അല്ലെങ്കിൽ മുട്ട പൊരിച്ചതായിരിക്കും ഉണ്ടാവുക. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറച്ച് രുചികളാണ് എൻ്റെ ചോറ് പാത്രത്തിലേത്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അടുത്തതായി ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് മാങ്ങാച്ചാറാണ്. ഇനി കുറച്ച് കറിനാരങ്ങ വെച്ച് കൊടുക്കാം. കറിനാരങ്ങ അച്ചാറിലും അച്ചാറുകളിലൊക്കെ ഉള്ള നമ്മുടെ ഈ മുളകൊക്കെ ചോറിൻ്റെ കൂടെ ഞെരടി കഴിക്കാനൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളകൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ചട്ടിച്ചോറിൻ്റെ കറികളൊക്കെ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചട്ടിച്ചോറാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് കറികളൊക്കെ മാറ്റി കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ ഒരു രുചിക്കനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിലൂടെ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.